ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 10 റിവ്യൂ. ഇന്ന് പ്രധാനമായും നടന്നത് അക്ബറിൻ്റെ തെറിവിളി ഉണ്ടായിരുന്നു. ഉണിയിനെതിരെ അനുമോളുടെ കരച്ചിലുണ്ടായിരുന്നു. അനീഷിൻ്റെ ചൊറിച്ചിലുണ്ടായിരുന്നു. പിന്നെ മിഡ് വീക്ക് എവിഷൻ ഉണ്ടായിരുന്നു. ശരിക്കും മിഡ് വീക്ക് എവിഷനല്ല, സസ്പെൻഷനാണ്. അതായത് തിരഞ്ഞെടുത്ത 6 പേര് 2 പേരെ വേറൊരു റൂമിലേക്ക് മാറ്റും. ഏറ്റവും പോയിന്റ് കുറവുള്ള 2 പേര്. അവരുടെ വീഡിയോസൊന്നും പുറത്തു വരില്ല. ഒരു ഏകാന്ത തടവ് പോലെ 2 പേര്. അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയുമില്ല. ബിഗ് ബോസ് നിർദ്ദേശിച്ചതനുസരിച്ച് ഈ 6 പേരിൽ ഓരോരുത്തർക്കും 2 സഹായികളെ വീതം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ തിരഞ്ഞെടുത്ത സഹായികളാണ് രേണ ഫാത്തിമ തിരഞ്ഞെടുത്തത് ജിസൈൽ ആര്യൻ, ഉണിയൻ തിരഞ്ഞെടുത്തത് അക്ബർ ഷാനവാസ്, അനീഷ് തിരഞ്ഞെടുത്തത് അപ്പാനി ശരത്ത് അനുമോൾ, ശാരിക തിരഞ്ഞെടുത്തത് ബിന്നി ആതിര, സരിക ഖലാഫൻ തിരഞ്ഞെടുത്തത് നവീൻ അഭിശ്രീ, രേണുക തിരഞ്ഞെടുത്തത് ഷൈത്യ ബിൻസി. അനീഷ് പറഞ്ഞു, എന്നെ ഇഷ്ടമില്ലാത്ത അനുമോൾ അപ്പാനി ശരത്തുമൊക്കെ എനിക്ക് വേണ്ടി നന്നായി കഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അനീഷ് പറഞ്ഞു. ആ ടാസ്ക് ഇങ്ങനെയായിരുന്നു. ചെളിയിൽ കുറേ കോയിനുകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു കളർ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച താക്കോൽ എടുത്ത് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് ചെളിക്കകത്ത് കയറാനുള്ള ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പെട്ടി തുറന്നെടുത്തിട്ട് ആ ഉപകരണങ്ങൾ അണിഞ്ഞിട്ട് ചെളിയിൽ പോയി തപ്പിയെടുക്കണം. എല്ലാവരും അനുയോജ്യമായ താക്കോലെടുത്ത് പെട്ടി തുറന്ന് ചെടിയിൽ നിന്ന് കോയിൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും അപ്പാനിക്കും അനുമോളിനും അനുയോജ്യമായ താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ തുറന്നു വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയം എടുത്തു. ആ കളിയിൽ ഏറ്റവും കുറവ് കോയിൻ അനീഷിനായിരുന്നു, 3 കോയിൻ. എങ്കിലും അനീഷ് പറഞ്ഞു, എന്നെ സഹായിക്കാനെത്തിയവർ അവരുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, അവർ നന്നായി കളിച്ചു എന്ന് അനീഷ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കോയിൻ എടുത്തത് രേണ ഫാത്തിമയുടെ ടീം, 15 കോയിൻ. അവർക്ക് 6 പോയിന്റ് കിട്ടി. സരിക കലാഭവന് 14 കോയിൻസ്, അവർക്ക് 5 പോയിന്റ് കിട്ടി. രേണുകയ്ക്ക് 13 കോയിൻസ് കിട്ടി, അവർക്ക് 4 പോയിന്റ്. ഉണിയലിന് 12 കോയിൻ കിട്ടി, അവർക്ക് 3 പോയിന്റ്. ശാരികയ്ക്ക് 9 കോയിൻസ് കിട്ടി, അവർക്ക് 2 പോയിന്റ്. ഏറ്റവും അവസാനത്തെ 3 കോയിൻ കിട്ടിയ അനീഷിന് 1 പോയിന്റ്. ഇതിൻ്റെ അടുത്ത ടാസ്ക് നെക്സ്റ്റ് ദിവസങ്ങളിൽ. രാവിലെ ഫ്രിഡ്ജിൻ്റെ ഡോർ അടയ്ക്കാൻ അനീഷ് ജിസയോട് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച് സരിക കലാഭവൻ തനിക്ക് തന്നെ അത് ഡോർ അടിച്ചാൽ പോലെ എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു, കിച്ചണിലുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അത് ഏറ്റുപിടിച്ച് ഷാനവാസും പിന്നെ അക്ബറും തമ്മിൽ പ്രശ്നങ്ങൾ. അക്ബർ അവസാനം ഉണ്ണീനെ തെറി വിളിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇന്ന് ഉണ്ടായി. അതിനിടയ്ക്ക് അനുമോളുടെ ഒരു കരച്ചിൽ ഷോ ഉണ്ടായിരുന്നു. ജിസൈലും അനുമോളും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ ജിസൈലിൻ്റെ ഡ്രസ്സ് കീറിയപ്പോൾ അനുമോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ ബാത്റൂമിൽ പോയി കീറിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജിസൈൽ പറഞ്ഞു, ഞാൻ കീറിയതൊന്നുമല്ല, തന്നെ കീറിപ്പോയതായി, നിന്നേക്കാളും പൊക്കമൊക്കെ എനിക്കുണ്ട്, നിനക്ക് പൊക്കം കുറവായതുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് കീറത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, എൻ്റെ പൊക്കത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ഭയങ്കര കരച്ചിൽ. പൊക്കം കുറവിൻ്റെ പേരിൽ താൻ പലയിടത്തും റിജക്റ്റ് ആയിട്ടുണ്ട് എന്നും പല നായകന്മാരുടെയും കൂടെ അഭിനയിക്കാൻ വേണ്ടി പൊക്കമുള്ള ഹീലുകൾ അന്വേഷിച്ച് പല കടയിലും കയറി നടന്നിട്ടുണ്ട് എന്നും. ഇപ്പോൾ കരച്ചിലൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള പരിപാടിയാണ് അനുമോളുടെ എന്നാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ നവീൻ്റെ കുറേ മോഷണങ്ങൾ, തക്കാളി മോഷ്ടിക്കുന്നു, ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നു, ആപ്പിൾ മോഷ്ടിക്കുന്നു, അങ്ങനെ സ്ഥിരം പരിപാടിയാണ് ഇപ്പം നവീൻ അവിടെ. അപ്പാനി ശരത്തും അനുമോളും അനീഷിനെ സഹായിക്കുകയാണോ ചെയ്തത് അതോ ഡിലേ ചെയ്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യാമോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ.